ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് കുറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 3 മണിയൊക്കെയായപ്പോൾ പള്ളിയുടെ താഴെ കാത്തിരിക്കുകയാണ് കേട്ടോ വണ്ടി വരാനായിട്ട്. ഞാനും വണ്ടി കയറിയപ്പോൾ തന്നെ നല്ല ഉറക്കമായിട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എൻറ്റൂട്ടാ. അപ്പോൾ നോക്കിയപ്പോൾ നല്ലൊരു സൂര്യോദയം ഉണ്ടാ കണ്ടത്. ഞങ്ങളപ്പോൾ കോഴിക്കോട്ടേക്ക് ഒരു 1 ഡേ ട്രിപ്പ് പോകാൻ കേട്ടോ. പിന്നെ എല്ലാവരും രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബേപ്പൂരാണ് ഇപ്പോൾ എത്തിയേക്കണം. എല്ലാവർക്കും സേഫ് ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇടാനായിട്ട്. അപ്പോൾ ഞങ്ങളും അതൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ എത്തിയേക്കണം ബേപ്പൂർ ബീച്ചിലാണ് കേട്ടോ. അവിടെ രാത്രിയാണ് കേട്ടോ കാണാൻ നല്ല രസം. കാരണം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രിയായിരിക്കും സൂപ്പർ. പക്ഷെ ഞങ്ങളവിടെ എത്തിയ ടൈം എന്ന് പറഞ്ഞാൽ 10 മണി ടൈമിലായിരുന്നു കേട്ടോ. പിന്നീട് ഞങ്ങൾ പോയത് സരോവരം ബയോ പാർക്കിലോട്ടായിരുന്നു കേട്ടോ. ഞാനിന് ആദ്യം ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, കാരണം ഫുള്ള് കാടൊക്കെ ആയിരുന്നില്ല. പിന്നെ പാർക്ക് കണ്ടപ്പോഴാണ് പുള്ളിക്കാരത്തേക്ക് ഒരു സമാധാനമായത്. പിന്നെ ഏതി കയറണമെന്നുള്ള ഒരു വെപ്രാളം വരുന്നു കേട്ടോ. രാവിലത്തേക്കും ഉച്ചക്കാലത്തേക്കൊക്കെ നമ്മൾ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്കാലത്തേക്ക് ബിരിയാണിയും ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിച്ച് വണ്ടിയിലോട്ട് കയറി കേട്ടോ. കോഴിക്കോടിൻ്റെ തന്നെ വിശ്രമ കേന്ദ്രമായിട്ടുള്ള മാനാഞ്ചിറ സ്ക്വയറിലാണ് കേട്ടോ പിന്നീട് നമ്മൾ പോയത്. കോഴിക്കോടിൻ്റെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലത്തോട്ടായിരുന്നു കേട്ടോ പിന്നെ പോയത്. നമ്മുടെ മിഠായി തെരുവിലോട്ടായിരുന്നു. മിഠായി തെരുവിൻ്റെ കടകളിൽ ഭൂരിഭാഗം കടകളും ഹലുവ സ്റ്റാളുകൾ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതുകൂടാണ്ട് ചെരുപ്പ്, ബാഗ്, പിന്നെ ഡ്രസ്സുകൾ, അതിൻ്റെയൊക്കെ കടകൾ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കമ്മലുകളുടെയും കണ്ടു. പിള്ളേരുടെയൊക്കെ ഡ്രസ്സിന് വളരെ വിലക്കുറവാണ് കേട്ടോ അവിടെ. പിന്നെ 10 രൂപയുടെയും 20 രൂപയുടെയും 30 രൂപയുടെയൊക്കെ കടകൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ പോയത് കോഴിക്കോട് ബീച്ചിലായിരുന്നു കേട്ടോ. അവിടെ ഒരു 5:30 ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. ബേപ്പൂർ ബീച്ചിൽ പോയപ്പോൾ നൈനുവിനെ കടലിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ വഴക്കിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്നതോടുകൂടി ആ പിണക്കമൊക്കെ മാറി കേട്ടോ. ഫുൾ ടൈം വെള്ളത്തിൽ തന്നെ കളിയായിരുന്നു. ബീച്ചിൽ പോയപ്പോൾ കക്ക പോലത്തെ ഒരു ജീവിനെ കണ്ടു കേട്ടോ. അത് ചെറുതായിട്ട് അനങ്ങണൊക്കെ ഉണ്ടായിരുന്നു. ഒട്ടക സവാരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കടൽ വെള്ളത്തിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന നൈനു പിന്നെ ഇരുന്നായിട്ടാ കളി. കോഴിക്കോട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായും കഴിക്കേണ്ട ഒരു ഡ്രിങ്കാണ് കേട്ടോ ഐസുരുത്തി എന്ന് പറയണത്. ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഞങ്ങളും അത് വാങ്ങിച്ച് ട്രൈ ചെയ്തു കേട്ടോ. കോഴിക്കോട് ബീച്ചിൽ അധികം തിരക്കില്ലാത്ത സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ഇത് നല്ല തിരക്കുള്ള സ്ഥലത്തെ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.